എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സമയങ്ങളാണ് രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കുന്ന സമയം. ഈ ചായ കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ലെന്നറിയാം. പക്ഷെങ്കിൽ ഒന്ന് അഡിക്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് വരാൻ നല്ല പാടാണ് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് ചായ കാണുമ്പോൾ തന്നെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴോ ഈ തിരക്കൊക്കെ വന്നപ്പോൾ നമ്മൾ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കും. അങ്ങനെ ചായ കുടിച്ച് ശീലിച്ച് എനിക്കെന്താണെന്നറിയത്തില്ല, ഇപ്പം ചായ ഇല്ലാണ്ട് പറ്റാത്ത അവസ്ഥയായി കേട്ടോ. പക്ഷേ ഒരു ഗ്ലാസ്സിൽ കൂടുതലൊന്നും ഞാൻ രാവിലെ ആണേലും വൈകുന്നേരം ആണേലും കുടിക്കില്ല കേട്ടോ. പയ്യെ കുറേശ്ശെ ക്വാണ്ടിറ്റി കുറച്ച് വരണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. എൻ്റെ ഒരു കപ്പിന് ഫുള്ള് ഞാൻ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്ന് കുറച്ച് 1/4 ഭാഗമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയുടെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. രാവിലെ ആണെങ്കിൽ 2 ബിസ്ക്കറ്റും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ബിസ്ക്കറ്റിൽ നിന്ന് ഒരു ബിസ്ക്കറ്റിലോട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയും കൂടെ ഒരു നല്ല കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ ബനാനയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കേക്ക് ടാപ്പിങ് കറക്റ്റായില്ല എന്ന് തോന്നുന്നു. അതാണ് കേട്ടോ നടുക്ക് അങ്ങനെ. പിന്നെ ഞാനൊരു നൈഫ് കൂടി ഇട്ട് കുത്തി. സാധാരണ ഒരു സ്റ്റിക്കിട്ടായിരുന്നു കുത്തുന്നത്. ഇന്ന് ആ സംഗതി കണ്ടില്ല, അതുകൊണ്ട് നൈഫ് ഇട്ടങ്ങ് കുത്തി കേട്ടോ. കിട്ടുന്നൊക്കെ ഇട്ട് കുത്തും. പിന്നെ നമ്മളല്ലേ കഴിക്കുന്നുള്ളൂ. പിന്നെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആരും ഒട്ട് അറിയാനും പോകുന്നില്ല. ചില സന്ദർഭങ്ങളിൽ ഐസിങ് ഇടുമ്പോഴും ഇതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും എനിക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ കൂടെ എനിക്കിന്ന് നല്ല അടിപൊളി സമോസയും പഴംപൊരിയും അതേപോലെ ബോണ്ടയും ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടറ്റോ ബോണ്ടയാണ്. അതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കൂടുതലും ഇൻട്രസ്റ്റ് ഈ ചിക്കൻ സമോസയോടാണ്.